ശരിയാവില്ല. നമുക്ക് വേറെ എവിടെയെങ്കിലും മാറി താമസിക്കാം. ഏതെങ്കിലും ഫ്ലാറ്റ് മതി. കാര്യം പറ. എല്ലാവർക്കും എന്നോട് പകയാ. അച്ഛനും മുത്തശ്ശിക്ക് പോലും. മുത്തശ്ശിക്ക് എന്താ പറ്റിയേ? മുത്തശ്ശിക്ക് എന്ത് പറ്റിയെന്ന് ഞാൻ ചോദിച്ചത്. അത് നീ നിന്റെ ഭാര്യയോട് തന്നെ ചോദിച്ചു നോക്ക്. അമ്മയുടെ നെറ്റി പൊട്ടി ചോര വന്നത് കണ്ടോ? തള്ളി താഴെയിട്ടതാ ഇവള്. അതുകൊണ്ട് അവസാനിച്ച നിന്റെ അച്ഛൻ ഇവളുടെ തല്ല് കൊള്ളാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം. അളിയന്റെ നേരെ കൈയോങ്ങിയിട്ടാണ് ഇവളീ കല്ല് പോലെ നിൽക്കുന്നത്. നവീനെ, ഇതിനെ സഹിക്കാൻ പാടോ പോലെ. ഗത എന്താ ഇതൊക്കെ? നവീൻ, ഇവര് പറയുന്നത് പോലെയൊന്നല്ല. കീർത്തി എന്റെ തൊട്ടടുത്ത് നിൽക്കായിരുന്നു. ഞാൻ മര്യാദയ്ക്ക് സന്ധ്യദീപം കൊടുത്താൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പതേ ഈ പരട്ട കിളവി വന്ന് എന്നെ ഇറിറ്റേറ്റ് ചെയ്തതാ. എന്താ വിളിച്ചേ? മുത്തശ്ശി എന്താ താൻ വിളിച്ചെന്ന്? എന്നെ ഇറിറ്റേറ്റ് ചെയ്താൽ ഞാൻ വിളിക്കും. ആരെയും എന്തും വിളിക്കും. എന്റെ മുത്തശ്ശിയോട് ബഹുമാനമില്ലാതെ പെരുമാറിയാ നിന്നെ ഉൾക്കൊള്ളാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നെ നിങ്ങൾ കഷ്ടപ്പെട്ട് ഉൾക്കൊള്ളണ്ട മിസ്റ്റർ നവീൻ. നിങ്ങളോടൊപ്പം ജീവിക്കാനായി ഒരുപാട് കൊതിച്ചവളാ ഞാൻ. ഒരുപാട് സ്വപ്നം കണ്ടവളാ. പക്ഷെ നിങ്ങൾക്ക് വലുതേ എന്നോടുള്ള സ്നേഹമല്ല. ദാ ഈ നിൽക്കുന്ന ഇവര് പറഞ്ഞു തരുന്ന വൃത്തികെട്ട കാര്യങ്ങളാ. അത് കേട്ട് വിശ്വസിച്ചിട്ടാ നിങ്ങൾ എന്നിപ്പോ തല്ലിയത്. സ്വന്തം ഭാര്യയെ മനസ്സിലാക്കാത്ത ഒരാളുടെ കൂടെ, അവൾക്ക് വേണ്ടി സംസാരിക്കാത്ത ഒരുത്തന്റെ കൂടെ ഇനി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാം. എനിക്കിനി നശിച്ച കുടുംബം വേണ്ട. അങ്ങനെ ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലേക്ക് ഇനി തിരിച്ചു കയറില്ലാൻ തീരുമാനിച്ചിട്ട് പോയാ മതി. ഇതിനേക്കാളും വലിയ വീടേ എനിക്കുണ്ട്, സൗകര്യങ്ങളും ഉണ്ട്. അല്ലാതെ കളരിക്കൽ വീടിന്റെ വലിപ്പം അറിഞ്ഞിട്ട് ഒരു ദിവസം ഇവിടെ അന്തി ഉറങ്ങണമെന്ന് വിചാരിച്ച് വലിഞ്ഞു കയറി വന്നവളല്ല ഞാൻ. ഐ എം ഗാഥ ശ്രീനിവാസ്. ഞാനൊക്കെ 10 ജന്മം ജനിച്ചാലും എന്റെ സ്റ്റാറ്റസിന്റെ ഒപ്പം എത്തില്ല മിസ്റ്റർ നന്ദഗോപാൽ. നവീൻ, ബൈ, ഗുഡ് ബൈ. എന്റെ മകളായിട്ട് ഇവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള യോഗ്യത കാണിക്കണം. എന്നിട്ട് മാത്രം ഇതിനകത്ത് നീ കാലെടുത്ത് കുത്തിയാ മതി. കേറക്കൂടെ. മമ്മി, മമ്മി. വേണ്ട മാം, ഗാഥമ്മയുടെ എന്തെങ്കിലും വാശി കാണിക്കും. കാണിക്കട്ടെ, എനിക്കൊന്നുമില്ല. ഇത്രയും കാലം അവൾ എന്നെ പേടിപ്പിച്ചോണ്ടിരുന്നത് ചാവും ചാവും എന്ന് പറഞ്ഞിട്ടില്ലേ? ഇനിയിപ്പൊ അതാണ് അവളുടെ തീരുമാനമെങ്കിൽ അവൾ അങ്ങ് ചെയ്യട്ടെ. അവളത് ചെയ്തോട്ടെ. അവളുടെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൂട്ടുനിന്നിട്ടില്ലെങ്കിൽ, അവളെ പരിപൂർണമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അവളത് ചെയ്തോട്ടെ. അവളെ കുറിച്ചല്ലാതെ എന്റെ മനസ്സിൽ മറ്റൊരു സന്തോഷമുണ്ടെന്ന് അവൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, എന്റെ പ്രാണൻ കൂടെ അവൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടില്ലെന്ന് അവൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവളത് ചെയ്യട്ടെ. സിനി, ഇത്രയൊക്കെ സ്നേഹിച്ചതിനപ്പുറം സ്വന്തം മകൾക്കത് മനസ്സിലാക്കാനുള്ള ശേഷിയില്ലെങ്കിൽ അവൾ മരിക്കേണ്ടവളാ. ഒരു കാര്യം നീ ഓർത്തു, നിനക്കപ്പുറം എനിക്കൊരു ജീവിതമില്ല. ആ കയറിലും നിന്റെ കഴുത്ത് കുരുങ്ങിത്തീരുന്നതിന് മുമ്പ് പിടഞ്ഞ് അവസാനിപ്പിക്കാനുള്ള മാർഗം എന്റെ കയ്യിലുണ്ട്.
അവളോട് സിനി പറയണം. ഇത് സ്നേഹം കൊണ്ട് പരസ്പരം തോൽപ്പിക്കാനായിട്ട് ശ്രമിച്ച ഒരു അമ്മയും മകളുമായിരുന്നു. ഞാനിനി ജീവിക്കില്ല സിനി, ജീവിക്കില്ല. മമ്മി 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 മാഡം മമ്മി മരിക്കാൻ സമ്മതിക്കില്ല. മമ്മി ഇല്ലാണ്ടായി കഴിഞ്ഞാ പിന്നെ എനിക്ക് ആരാളുള്ളത്? മമ്മി മരിക്കാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും. പ്ലീസ് മമ്മി. മമ്മി മമ്മി പ്ലീസ് മമ്മി. മമ്മി മരിക്കാൻ ഞാൻ സമ്മതിക്കില്ല മമ്മി. മമ്മി പ്ലീസ്.